എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 6ാമത്തെ ചാപ്റ്റർ വർക്ക് ആൻഡ് എനർജി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. പ്രവൃത്തിയും ഊർജവും സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു പിക്ചർ ആണല്ലേ. എന്താണ് ഈ പിക്ചർ? ഡാം ആണല്ലേ. ഡാമില് വെള്ളം ഡാമാണ്. ഡാമില് വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ഇലക്ട്രിക് എനർജി അല്ലെങ്കിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഏത് ഉപയോഗിച്ചിട്ടാണ്? ജലം ഉപയോഗിച്ചിട്ടാണ് അല്ലേ. ഇങ്ങനെ ഡാമുകളിലൊക്കെ ജലം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് കുട്ടികൾ ഇവിടെ സംസാരിക്കുന്നുണ്ട്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് യൂസിങ് ദിസ് വാട്ടർ സ്റ്റോർ ഇൻ ദ ഡാം അല്ലെ. വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഡാമിലെ ഈ ജലം ഉപയോഗിച്ചിട്ടാണ് അല്ലെ. അതാ നോക്കുക. ഹൗ ഡസ് ദിസ് വാട്ടർ ഗെറ്റ് സോ മച്ച് എനർജി? അങ്ങനെയാണെങ്കിൽ എത്രമാത്രം ഊർജം ജലത്തിന് എങ്ങനെയാണ് ലഭിക്കുന്നത് അല്ലെ. നമുക്കെല്ലാം ഡൗട്ട് ഉണ്ടാവാം അല്ലെ. ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, കറണ്ട് ഉൽപ്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എനർജി ആവശ്യമാണ്. അത് ഈ വാട്ടർ സ്റ്റോർ ചെയ്താൽ അതിൽ നിന്ന് എങ്ങനെയാണ് ഇതുമാത്രം എനർജി ലഭിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം ജലം എന്ന് പറഞ്ഞാൽ നല്ലൊരു എനർജി സോഴ്സ് ആണ്. അതെങ്ങനെയാണ് എനർജി സോഴ്സായി മാറുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ആൻസർ ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പൊ എല്ലാ കാര്യങ്ങളും കൺസെപ്റ്റുകളും മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ ഈ ഒരു ചാപ്റ്റർ നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കും. കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് നോക്കാം. നമുക്കറിയാം നമുക്ക് ഡെയിലി ലൈഫിൽ ഒരുപാട് ആക്ടിവിറ്റീസിൽ നമ്മൾ ഏർപ്പെടുന്നുണ്ടല്ലോ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് നമ്മൾ ഓരോരോ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ നോക്കി കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒരു 4 ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ട്. ആദ്യത്തെ ചിത്രത്തിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഒരാൾ ലോഡ് അല്ലെ, ലോറിയിലേക്ക് ലോഡ് കയറ്റുവാണ് അല്ലെ. ലോഡിങ് ഗുഡ്സ് ഓൺ ടു എ ലോറി അല്ലെ. ലോറിയിലേക്ക് എന്താണ് ലോഡ് കയറ്റുവാണ് ആദ്യത്തെ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ എന്താണ്? ഒരാൾ ഒരു പാറ തള്ളുവാണ് ചെയ്യുന്നതല്ലേ. ഒരു പാറ ഇങ്ങനെ തള്ളുന്നു. മൂന്നാമത്തെ എന്താണ്? ഒരാൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ട്രോളി ഇങ്ങനെ തള്ളിക്കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. നാലാമത് ഒരു ലോഡ്, ഒരു ഭാരം അയാൾ അതിന്റെ ചുമലിലേറ്റി അയാൾ അവിടെ നിൽക്കുവാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇതെല്ലാം ഓരോ ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ നമുക്ക് അവിടെ ഒരു ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്ത് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. എന്താണ് ആദ്യമേ കൊടുത്തിരിക്കുന്നത്? ഓരോരോ സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. നോക്കുക. സിറ്റുവേഷൻസ് വേർ ഫോഴ്സ് ഈസ് അപ്ലൈഡ്, അതായത് ബലം ഉപയോഗിച്ച സന്ദർഭങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പൊ 4 കാര്യങ്ങളിൽ ബലം ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് ആണ്. പിന്നെന്താണ്? ഒബ്ജക്ട്സ് ഓൺ വിച്ച് ഫോഴ്സ് ഈസ് അപ്ലൈഡ്, ബലം പ്രയോഗിക്കപ്പെട്ട വസ്തു. ബലം പ്രയോഗിക്കപ്പെട്ട വസ്തു എന്നാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ദെൻ ഈസ് ദർ ഡിസ്പ്ലേസ്മെന്റ് ഫോർ ദ ഒബ്ജക്റ്റ്, വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഈസ് ദർ ഡിസ്പ്ലേസ്മെന്റ് ഫോർ ദ ഒബ്ജക്ട്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്, ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടോ എന്നൊക്കെയാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ആദ്യത്തെ കേസ്, ആദ്യത്തെ ഫിഗർ നോക്കുക. നോക്കുക. അവിടെ എന്താണ്? ലോഡിങ് ഗുഡ്സ് ഓൺ ടു എ ലോറി ഇല്ലേ. ലോറിയിലേക്ക് എന്താണ്? ചുമട് കയറ്റുവാണ് ചെയ്യുന്നത്. ലോറിയിലേക്ക് ചുമട് കയറ്റുവാണ് ചെയ്യുന്നത്. അപ്പൊ നോക്കുക, അയാളുടെ തലയിലാണ് ചുമട് ഇരിക്കുന്നില്ല. നോക്കുക. ഒബ്ജക്ട്സ് ഓൺ വിച്ച് ഫോഴ്സ് ഈസ് അപ്ലൈഡ്, ബലം പ്രയോഗിക്കപ്പെട്ട വസ്തു ഏതാണ്? ഏതിലേക്കാണ് നമ്മൾ ബലം കൊടുത്തത്? ഈ ലോഡിലേക്കാണല്ലേ, ഈ ചുമടിലേക്കാണ് നമ്മളിവിടെ ഫോഴ്സ് അല്ലെങ്കിൽ ബലം കൊടുത്തത്. മനസ്സിലായല്ലോ? ഇനി നോക്കുക. ഈസ് ദർ ഡിസ്പ്ലേസ്മെന്റ് ഫോർ ദ ഒബ്ജക്റ്റ്, വസ്തുവിനോട് സ്ഥാനാന്തരം സംഭവിച്ചോ? സ്ഥാനാന്തരം സംഭവിച്ചിട്ടുണ്ടല്ലേ. വസ്തുതയെ കയറി മുകളിലോട്ട് പോവാണല്ലേ. വസ്തു മുകളിലോട്ട് പോവല്ലേ. അയാള് എണിയിലേക്ക് കയറുമ്പോൾ വസ്തു മുകളിലോട്ട് പോവല്ലേ ചെയ്യുന്നത്. അപ്പൊ വസ്തുവിനോട് സ്ഥാനാന്തരം സംഭവിച്ചിട്ടുണ്ട് അല്ലെ. അതായത് ഡിസ്പ്ലേസ്മെന്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇനി നോക്കുക. ഈസ് ദർ ഡിസ്പ്ലേസ്മെന്റ് ഫോർ ദ ഒബ്ജക്ട്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്, ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടോ? അപ്പൊ മുകളിലോട്ടാണ് ബലം പ്രയോഗിക്കുന്നത്. അപ്പൊ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ തന്നെയല്ലേ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടാകുന്നത്. വസ്തു മുകളിലോട്ടല്ലേ ഉയരുന്നത് അല്ലെ. അപ്പം ബലം പ്രയോഗിച്ച ദിശയിൽ തന്നെ ആ വസ്തുവിനോട് സ്ഥാനാന്തരം ഉണ്ടാകുന്നുണ്ട്. മനസ്സിലായല്ലോ ആദ്യത്തെ ചെയ്തത്. ഇനി രണ്ടാമത്തെ നോക്കാം. ട്രൈങ് ടു പുഷ് എ ഹ്യൂജ് റോക്ക്, വലിയ പാറ തള്ളി നീക്കാൻ അവിടെ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ. ഒബ്ജക്ട്സ് ഓൺ വിച്ച് ഫോഴ്സ് ഈസ് അപ്ലൈഡ്, ഏതിലാണ് നമ്മൾ ഫോഴ്സ് കൊടുത്തത്? പാറ അല്ലെ. ആ റോക്കിലേക്കാണ് നമ്മളിവിടെ ഫോഴ്സ് കൊടുത്തത്. ദെൻ ഈസ് ദർ ഡിസ്പ്ലേസ്മെന്റ് ഫോർ ദ ഒബ്ജക്റ്റ്, വസ്തുവിനോട് സ്ഥാനാന്തരം സംഭവിച്ചോ? പാറയെ തള്ളി ഇപ്പൊ പാറയ്ക്ക് അവിടെ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചോ? ഇല്ല. നോക്കുക. ഈസ് ദർ ഡിസ്പ്ലേസ്മെന്റ് ഫോർ ദ ഒബ്ജക്ട്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്, ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടോ? അവിടെ സ്ഥാനാന്തരം സംഭവിച്ചോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സ്ഥാനാന്തരം സംഭവിച്ചില്ല. അതായത് നോ എന്ന് പറയാം. മനസ്സിലായല്ലോ?
ഇനി അടുത്ത മൂന്നാമത്തെ കേസ് നോക്കുക. എന്താണ്? എ ട്രോളി ബീയിങ് പുഷ്ഡ് ഇൻ എ സൂപ്പർ മാർക്കറ്റ്. സൂപ്പർ മാർക്കറ്റിൽ ട്രോളി തള്ളിക്കൊണ്ട് പോകുന്നില്ലേ? ട്രോളിയിൽ സാധനങ്ങൾക്ക് നിറച്ചിട്ട് ട്രോളി തള്ളിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതാ നോക്കുക. ഒബ്ജക്ട്സ് ഓൺ വിച്ച് ഫോഴ്സ് ഈസ് അപ്ലൈഡ്. ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഏതിലേക്കാണ്? ട്രോളിയിലേക്ക് അല്ലേ? ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഏതിലേക്കാണ്? ട്രോളിയിലേക്കാണ് ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്ത്. ഇനി അടുത്ത് നോക്കുക. ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഫോർ ദ ഒബ്ജക്റ്റ്. ട്രോളി തള്ളുമല്ലേ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ടോ? ഉണ്ട് ഇല്ലേ? അപ്പൊ നമുക്ക് എസ് എന്ന് പറയാം. ഇനി ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഫോർ ദ ഒബ്ജക്ട്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. അതായത് ബലം പ്രയോഗിച്ച ദിശയിലാണോ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചത്? നോക്കുക, ട്രോളി തള്ളുമല്ലേ, ട്രോളി തള്ളുന്നത് മുന്നോട്ടാണോ, അപ്പൊ അതേ ദിശയിലല്ലേ ട്രോളി മൂവ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ എങ്ങനെയാണ്? ബലം പ്രയോഗിച്ച ദിശയിൽ തന്നെയാണ് വസ്തുവിനവിടെ സ്ഥാനാന്തരം സംഭവിച്ചത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത കേസ് നോക്കുക. നാലാമത്തെ കേസ് എന്താണ് കൊടുത്തിരിക്കുന്നത്? ഈ കേസ് എന്താണ്? എ മാൻ സ്റ്റാൻഡിങ് വിത്ത് എ ലോഡ് ഓൺ ഹിസ് ഹെഡ്. തലയിൽ ചുമടുമായിട്ട് ഒരാൾ ഇവിടെ നിൽക്കുവാണ് ചെയ്യുന്നത് ഇല്ലേ? എന്താ നോക്കുക. ഒബ്ജക്ട്സ് ഓൺ വിച്ച് ഫോഴ്സ് ഈസ് അപ്ലൈഡ്. ബലം പ്രയോഗിച്ച വസ്തു ഏതാണ്? ചുമടിനാണ് അല്ലെ? അതായത് ലോഡ് ഇല്ലേ? ചുമട് അല്ലെങ്കിൽ ലോഡിനാണ് അവിടെ ബലം കൊടുത്തത് ഇല്ലേ? നോക്കുക. ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് ഫോർ ദ ഒബ്ജക്റ്റ്. ആ ലോഡിന് എന്തെങ്കിലും സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ടോ? ലോഡ് അയാളെ തലയിൽ തന്നെ ഇരിക്കുന്നു, മുകളിലോട്ട് താഴോട്ടോ മൂവ് ചെയ്യുന്ന വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ ആ ലോഡിനവിടെ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഒന്നും സംഭവിക്കുന്നില്ല. ഇനി അടുത്ത്, ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഫോർ ദ ഒബ്ജക്ട്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഫോഴ്സ്. ബലം പ്രയോഗിച്ച ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടോ? തലയുടെ മുകളിലാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പൊ എന്താണ്? ബലം പ്രയോഗിച്ച വസ്തുവിനുള്ള സ്ഥാനാന്തരം ഉണ്ടോ? ഇല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ഈ 4 ആക്ടിവിറ്റീസ് കണ്ടു. ഈ 4 ആക്ടിവിറ്റീസിലും ബലം കൊടുക്കുന്നുണ്ട് അല്ലെ? ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ വസ്തുവിന് സ്ഥാനാന്തരം എല്ലാ കേസിലും ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ബലം കൊടുക്കുന്നുണ്ട്. ബലം കൊടുക്കുമ്പോൾ എല്ലാ അവസരത്തിലും നമ്മൾ ബലം കൊടുക്കുമ്പോൾ അവിടെ വസ്തുവിന് അവിടെ സ്ഥാനാന്തരം ഉണ്ടാവുന്നില്ല നമുക്ക് മനസ്സിലായി. അപ്പൊ ഇവിടെ ഏതൊക്കെ കേസിലാണ് സ്ഥാനാന്തരം ഉണ്ടായത്? ആദ്യത്തെ കേസിലെ ലോഡ് അല്ലെ? ലോഡ് ലോറിയിലേക്ക് കയറ്റുമ്പോൾ സ്ഥാനാന്തരം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രോളി അല്ലെ? ട്രോളി തള്ളുമ്പോൾ അതേ ദിശയിൽ തന്നെയാണ് സ്ഥാനാന്തരം ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും, ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ബലം കൊടുക്കുമ്പോൾ, മനസ്സിലായല്ലേ? ബലം കൊടുക്കുമ്പോൾ, ഫോഴ്സ് അല്ലെങ്കിൽ ബലം കൊടുക്കുമ്പോൾ വസ്തുവിന് ആ ബലം കൊടുക്കുന്ന അതേ ദിശയിൽ തന്നെ സ്ഥാനാന്തരം സംഭവിക്കണം അല്ലെ? അവിടെ ഈ രണ്ട് കേസിലും അങ്ങനെയല്ലേ? ബലം കൊടുത്ത് അതേ ദിശയിൽ തന്നെ വസ്തുവിനോട് സ്ഥാനാന്തരം സംഭവിച്ചു. മനസ്സിലായല്ലേ? അപ്പൊ അങ്ങനെ സംഭവിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അവിടെ വർക്ക് ചെയ്തു അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്തു എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. മനസ്സിലായല്ലോ? നോർമലി നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വർക്കിൽ ഉൾപ്പെടും, പ്രവൃത്തിയിൽ ഉൾപ്പെടും. പക്ഷെ ഫിസിക്സിൽ നമ്മൾ പറയുമ്പോൾ എന്താണ്? നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, ഒരു ബലം കൊടുക്കുന്നുണ്ട്. ഒരു ബലം കൊടുക്കുമ്പോൾ ആ ബലം കൊടുക്കുന്ന അതേ ഡയറക്ഷനിൽ തന്നെ എന്തുണ്ടാവണം? ഡിസ്പ്ലേസ്മെന്റ്, അതായത് സ്ഥാനാന്തരം. ബലം കൊടുക്കുന്ന അതേ ഡയറക്ഷനിൽ തന്നെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം ഉണ്ടായെങ്കിലാണ് അവിടെ എന്ത് നടന്നു നമ്മൾ പറയുന്നത്? വർക്ക് നടന്നു എന്ന് പറയുന്നത്. വർക്ക് അല്ലെങ്കിൽ എന്താണ്? പ്രവൃത്തി. മനസ്സിലായല്ലോ? അതായത് ഫോഴ്സ് കൊടുത്തു, ബലം കൊടുക്കുന്ന ദിശയിൽ ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരം സംഭവിച്ചാൽ, ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? സ്ഥാനാന്തരം സംഭവിച്ചാലാണ് അവിടെ പ്രവൃത്തി നടന്നു എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ പ്രവൃത്തി നടന്ന ഏതൊക്കെ കേസിലാണ്? ഒന്നാമത്തെ കേസിലും ഈ മൂന്നാമത്തെ കേസിലും മാത്രമാണ് അവിടെ പ്രവൃത്തി നടന്നത്. ഇവിടെ എങ്ങനെയാണ്? ബലം കൊടുക്കുന്നുണ്ട്, വസ്തുവിന്മേലേക്ക് ബലം കൊടുക്കുന്നുണ്ട്, റോക്കിലേക്ക് ബലം കൊടുക്കുന്നുണ്ട്. പക്ഷെ റോക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ടോ? സ്ഥാനാന്തരം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഈ രണ്ടവസരത്തിലും എന്താണ്? അവിടെ വർക്ക് നടന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഫിസിക്സിലെ കേട്ടോ, കൃത്യമായിട്ട് ഓർത്തണം. നമ്മൾ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വർക്കിൽ ഉൾപ്പെടും. പക്ഷെ എന്താണ്? ഫിസിക്സിന്റെ കേസിൽ വരുമ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ, അതായത് ഫോഴ്സ് കൊടുക്കുന്ന ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ത് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ? അവിടെ വർക്ക് നടന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. മനസ്സിലായല്ലോ? കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? നോക്കട്ടെ, ആ ടേബിള് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. മലയാളം മീഡിയത്തിലെ കുട്ടികൾ മനസ്സിലാക്കുക കേട്ടോ. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഒന്ന് നോക്കാം. മുകളിൽ പരാമർശിച്ച എല്ലാ സന്ദർഭങ്ങളിലും ബലം പ്രയോഗിക്കപ്പെടുന്നുണ്ട്. ശരിയല്ലേ? എല്ലാത്തിലും 4 കേസിലും ബലം പ്രയോഗിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ലോറിയിലേക്ക് ഭാരം കയറ്റുന്ന അവസരത്തിൽ തലയിലെ ചുമടിലേക്ക് ബലം പ്രയോഗിക്കുന്ന ദിശയിൽ തന്നെ ചുമടിന് സ്ഥാനമാറ്റം സംഭവിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യം തന്നെ അല്ലെ? ലോറിയിലേക്ക് ഭാരം കയറ്റുന്നുണ്ട്, അപ്പം ആ ചുമടിലേക്ക് ബലം പ്രയോഗിക്കുന്നുണ്ട്. അതേ ദിശയിൽ തന്നെയാണ് ചുമടിന് സ്ഥാനമാറ്റം സംഭവിക്കുന്നത് അല്ലെ? മുകളിലോട്ട് പൊങ്ങി പോവല്ലേ ചെയ്യുന്നേ. അതിനാൽ അയാൾ പ്രയോഗിക്കുന്ന
ചുമടിൽ പ്രവൃത്തി ചെയ്തതായിട്ട് പരിഗണിക്കും. അപ്പൊ അയാൾ അവിടെ നിന്നാണ് വർക്ക് ചെയ്തതായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇവിടെ ബലം പ്രയോഗിക്കുന്നത് ഗുരുത്വാകർഷണ ബലത്തിനെതിരെയാണ് അല്ലേ? നമ്മളറിയാം ഗുരുത്വാകർഷണ ബലം ഉണ്ട്, ഗുരുത്വാകർഷണ ബലത്തിനെതിരെയാണ്. ഗുരുത്വാകർഷണ ബലം നമ്മൾ പഠിച്ചാണ്, താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്, അതിനെതിരെയാണ് അവിടെ ബലം കൊടുക്കുന്നത് അല്ലെ. ഇനി മൂന്നാമത്തെ സന്ദർഭം എന്താണ്? ട്രോളിയിൽ ബലം പ്രയോഗിക്കുമ്പോൾ അല്ലെ, ട്രോളിക്ക് ബലത്തിന്റെ ദിശയിൽ സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട്, ശരിയല്ലേ? അതിനാൽ അയാൾ പ്രയോഗിക്കുന്ന ബലം ട്രോളിയിൽ പ്രവൃത്തി ചെയ്തതായി പരിഗണിക്കുന്നു. ഇവിടെ ബലം കൊടുക്കുന്നതിനാണ് ഘർഷണ ബലത്തിനെതിരെയാണ് അല്ലെ. തറയിൽ ഘർഷണ ബലം ഉണ്ടല്ലോ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെതിരെയാണ് അവിടെ ബലം കൊടുക്കുന്നത്. ലോഡ് കയറ്റുമ്പോൾ ഗുരുത്വാകർഷണമുണ്ട്, ഗുരുത്വാകർഷണത്തിനെതിരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണല്ലോ ബലം കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ട്രോളി നീങ്ങുമ്പോൾ തറയിൽ എന്തുണ്ട്? ഘർഷണമുണ്ട്, ഫ്രിക്ഷൻ ഉണ്ട്. ആ ഫ്രിക്ഷനെതിരായിട്ട് ബലം കൊടുക്കുമ്പോഴാണ് ആ വസ്തു അവിടെ മൂവ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? മറ്റ് രണ്ട് സന്ദർഭങ്ങളിലും ബലം പ്രയോഗിക്കുന്നുണ്ട്. റോക്കിന്റെ കേസിലും ഇങ്ങനെയാണ്, ചുമട് താങ്ങി നിൽക്കുമ്പോൾ ഇങ്ങനെയാണ് ബലം പ്രയോഗിക്കുന്നുണ്ട്. പക്ഷെ ബലത്തിന്റെ ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ. ചുമട് തലയിൽ ഇരിക്കുകയാണ്, ചുമട് തലയിൽ ഇരിക്കുമ്പോൾ അവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് താഴെ ആക്ട് ചെയ്യുന്നുണ്ട്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എതിർ ദിശയിൽ സ്ഥാനാന്തരം സംഭവിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. അപ്പൊ എന്ത് പറയാം, ഈ അവസരത്തിൽ നിങ്ങൾ ബലം പ്രവൃത്തി ചെയ്തതായിട്ട് അവിടെ പരിഗണിക്കുന്നില്ല. മനസ്സിലായല്ലോ? അപ്പം വർക്ക് ഡൺ അല്ലെ, വർക്ക് ഡൺ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ വർക്ക് ഡൺ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ഫോഴ്സ് ഇല്ലേ, ഫോഴ്സ് കൊടുക്കണം. ഫോഴ്സിന്റെ അതേ ദിശയിൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ വർക്ക് ഡൺ അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്തതായിട്ട് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? പ്രവൃത്തി അല്ലെങ്കിൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഈസ് സെറ്റ് ടു ബി ഡൺ കേട്ടോ. വർക്ക് ഈസ് സെറ്റ് ടു ബി ഡൺ ബൈ എ ഫോഴ്സ് ഇഫ് ദർ ഈസ് എ ഡിസ്പ്ലേസ്മെന്റ് ഫോർ ദ ഒബ്ജക്ട്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി അപ്ലൈഡ് ഫോഴ്സ്. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുകയും അതുമൂലം വസ്തുവിന്റെ ബലത്തിന്റെ ദിശയിൽ സ്ഥാനാന്തരം സംഭവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ബലം വസ്തുവിൽ പ്രവൃത്തി ചെയ്തതായിട്ട് കണക്കാക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം സംഭവിച്ചാൽ മാത്രമേ ഉള്ളൂ അവിടെ നമ്മൾ ഫോഴ്സ് വസ്തുവിന്മേലേക്ക് ഒരു വർക്ക് ചെയ്തതായിട്ട് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? ഞാൻ നോക്കാം, മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ, ഒന്ന് ഷോർട്ടായിട്ട് എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. ഫസ്റ്റ് കേസിൽ ലോഡിങ് ഗുഡ്സ് ഓൺ ടു എ ലോറി, ലോറിയിലേക്ക് ഗുഡ്സ് കയറ്റുവാണ്. അപ്പൊ ഫോഴ്സ് അല്ലെ, ലോഡിലേക്ക് ഫോഴ്സ് കൊടുക്കുന്നുണ്ട് ഇല്ലേ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ്? ഡിസ്പ്ലേസ്മെന്റ് ഒക്കേഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, കൊടുക്കുന്ന ഫോഴ്സിന് അതേ ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നമുക്ക് എന്ത് പറയാം? വർക്ക് നടന്നു എന്ന് പറയാം. മനസ്സിലായല്ലോ? രണ്ടാമത്തെ കേസിൽ ട്രൈൻ ടു പുഷ് എ ഹ്യൂജ് റോക്ക്, ഫോഴ്സ് അപ്ലൈഡ് ഓൺ എ റോക്ക്, റോക്കിലേക്ക് അല്ലേ ഫോഴ്സ് കൊടുക്കുന്നതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് അവിടെ വർക്ക് അവിടെ നടക്കുന്നില്ല. മൂന്നാമത്തെ കേസിൽ എ ട്രോളി ബീങ് പുഷ്ഡ് ഇൻ എ സൂപ്പർ മാർക്കറ്റ്, ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ ട്രോളി അല്ലെ, ഡിസ്പ്ലേസ്മെന്റ് ഒക്കേഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ്. സ്ഥാനാന്തരം സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഫോഴ്സ് അല്ലെങ്കിൽ ബലം കൊടുക്കുന്ന അതേ ദിശയിൽ സ്ഥാനാന്തരം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നമുക്ക് എന്ത് പറയാം? വർക്ക് നടന്നു എന്ന് പറയാം. നാലാമത്തെ കേസ് നോക്കിയേ, എ മാൻ സ്റ്റാൻഡിങ് വിത്ത് ദ ലോഡ് ഓൺ ഹിസ് ഹെഡ്, ഫോഴ്സ് അപ്ലൈ ടു ഹോൾഡ് ദ ലോഡ് അല്ലെ, ആ ലോഡിലേക്കാണ് ഫോഴ്സ് കൊടുക്കുന്നത്. അതായത് ഗ്രാവിറ്റിക്ക് എതിരെ, ഗ്രാവിറ്റി നമുക്കറിയാം താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്, ഗ്രാവിറ്റിക്ക് എതിരെയായിട്ട് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല, നോ ഡിസ്പ്ലേസ്മെന്റ്. അതുകൊണ്ട് അവിടെ വർക്ക് അവിടെ നടക്കുന്നില്ല. മനസ്സിലാകുന്നല്ലോ? അപ്പൊ വർക്ക് നടന്ന സന്ദർഭങ്ങൾ ഈ രണ്ട് കേസിൽ മാത്രമേ ഉള്ളൂ വർക്ക് നടക്കുന്നുള്ളൂ. അതായത് ഫോഴ്സ് ബലം കൊടുത്തു, അവിടെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം ഉണ്ടായി. ആ ടേബിളിൽ തന്നെ കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കേസ് തന്നെയാണ്. ഇൻ ടേബിൾ ഐഡന്റിഫൈ ദ സിറ്റുവേഷൻസ് വേർ വർക്ക് ഈസ് ഡൺ. വർക്ക് നടന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? രണ്ട് അല്ലെ, ലോറിയിലേക്ക് ചുമട് കയറ്റുന്ന സിറ്റുവേഷനിലും സൂപ്പർ മാർക്കറ്റിൽ ട്രോളി തള്ളിക്കൊണ്ട് പോകുന്നത് അല്ലെ, ലോഡിങ് ഗുഡ്സ് ഓൺ ടു എ ലോറി, അതുപോലെ തന്നെ പുഷിങ് എ ട്രോളി ഇൻ എ സൂപ്പർ മാർക്കറ്റ്. അപ്പൊ മനസ്സിലായല്ലോ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്? ലോഡിങ് ഗുഡ്സ് ഓൺ ടു എ ലോറി ആൻഡ് പുഷിങ് എ ട്രോളി ഇൻ എ സൂപ്പർ മാർക്കറ്റ്. രണ്ട് കേസിലോട്ടോ, ലോറിയിലേക്ക് ചുമട് കയറ്റുന്ന സന്ദർഭത്തിലും സൂപ്പർ മാർക്കറ്റിൽ ട്രോളി തള്ളിക്കൊണ്ടു പോകുന്ന സന്ദർഭങ്ങളിലും. മനസ്സിലായല്ലോ? ഇനി ഇവിടെ പ്രവൃത്തി ചെയ്യപ്പെടാത്ത സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? പ്രവൃത്തി ചെയ്യപ്പെടാത്ത സന്ദർഭങ്ങൾ പാറ തള്ളി നീക്കാൻ ശ്രമിക്കുന്നു, തലയിൽ ചുമടുമായി ഒരാൾ നിൽക്കുന്നു. ഈ രണ്ട് സിറ്റുവേഷൻസ് എഴുതുക കേട്ടോ. മനസ്സിലായല്ലോ ആൻസർ? രണ്ട് സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? ട്രൈൻ ടു പുഷ് എ ഹ്യൂജ് റോക്കും അതുപോലെ മാൻ സ്റ്റാൻഡിങ് വിത്ത് എ ലോഡ് ഓൺ ഹിസ് ഹെഡും. അപ്പൊ ആ രണ്ട് സിറ്റുവേഷൻസിലാണ് എന്താണ് പ്രവൃത്തി ചെയ്യപ്പെടാത്ത കേട്ടോ. പ്രവൃത്തി ചെയ്യപ്പെടാത്ത സിറ്റുവേഷൻസ് ഇതൊക്കെയാണ്. പ്രവൃത്തി ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? ഇത് രണ്ട് സിറ്റുവേഷൻസും കേട്ടോ. നോക്കി എഴുതിക്കോളൂ കേട്ടോ.
ഇനി നമ്മൾ മനസ്സിലായ വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായി അല്ലേ? ഫോഴ്സ് കൊടുക്കുമ്പോൾ അല്ലേ, ഫോഴ്സ് കൊടുക്കുന്നു, അവിടെ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം ഇല്ല, ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം നടന്നാൽ നമുക്ക് എന്ത് പറയാം? വർക്ക് ഡൺ നമുക്ക് പറയാം, വർക്ക് അവിടെ നടന്നു എന്ന് പറയാം. ഇനി എങ്ങനെയാണ് ഈ വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തിയുടെ അളവ് നമുക്ക് മെഷർ ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. രണ്ട് സിറ്റുവേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഒരു വീൽ ചെയറിൽ രോഗിയെ തള്ളിക്കൊണ്ട് പോകുന്ന സിറ്റുവേഷനിലാണ്. ഏകദേശം ഒരു 10 മീറ്റർ ആണ് കേട്ടോ. രണ്ടുപേരെ ഒരു 10 മീറ്റർ ഡിസ്റ്റൻസിലേക്കാണ് തള്ളിക്കൊണ്ട് പോകുന്നത്, രണ്ടുപേരെയും കേട്ടോ. പക്ഷെ ഇത് നോക്കുക, രണ്ടുപേരെയും തള്ളുമ്പോൾ എന്താണ് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ബലത്തിന്റെ അളവ് വ്യത്യാസമല്ലേ? ഇവിടെ എങ്ങനെയാണ്? ഭാരം കുറവുള്ള സിറ്റുവേഷനുണ്ട്, ഭാരം കൂടുതലുള്ള സിറ്റുവേഷനിലുണ്ട്. ഭാരം കുറവുള്ള സിറ്റുവേഷൻസ് എന്താണ്? കുറച്ച് ബലം കൊടുത്താൽ മതിയായിരിക്കും. വീൽ ചെയറിലേക്ക് ഇവിടെ കർഷണബലം കുറവാണ്, ഇവിടെ ഭാരം കൂടുമ്പോൾ എന്താണ്? അവിടെ കർഷണബലം കൂടും. അപ്പൊ നമ്മൾ കൂടുതൽ ഫോഴ്സ് അല്ലെങ്കിൽ ബലം പ്രയോഗിക്കേണ്ടി വരും. മനസ്സിലായല്ലോ? അപ്പം ഇവിടെ രണ്ടുപേരെയും 10 മീറ്റർ ദൂരത്തേക്കാണ് മൂവ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ആദ്യത്തെ രോഗി, ഈ രോഗീനെ നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടി അവിടെ കൊടുക്കുന്ന ബലം എന്ന് പറഞ്ഞിരിക്കുന്നത് 40 ന്യൂട്ടൺ. 40 ന്യൂട്ടൺ ഫോഴ്സ് ആണ് ഇവിടെ കൊടുക്കുന്നത്. 40 ന്യൂട്ടൺ ഫോഴ്സ് ഈ വീൽ ചെയറിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് 70 ന്യൂട്ടൺ ഫോഴ്സ് ആണ്. കാരണം കൂടുതൽ കൊടുക്കണമല്ലോ, ഭാരം കൂടുമല്ലേ? ഭാരം കൂടുമ്പോൾ അല്ലെ, നമുക്ക് ആ പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഭാരം കൂടുമ്പോൾ എന്നാണ് കൂടുതൽ ബലം കൊടുക്കേണ്ടി വരുന്നുണ്ട്. ആ അറ്റൻഡർ തള്ളി നീക്കുമ്പോൾ തന്നെ ആയാസപ്പെട്ടാണ് നീക്കുന്നത് അല്ലേ? ഭാരം കൂടുമ്പോൾ കൂടുതൽ ബലം കൊടുക്കും. അതിന് കാരണം എന്താണ്? ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഘർഷണ ബലം എന്താണ്? കൂടുതലാണ്. അപ്പം ആ ഘർഷണ ബലത്തിനെതിരെ നമ്മൾ കൂടുതൽ ബലം കൊടുക്കണം. അതായത് 70 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു. ഇവിടെ എത്രയാണ്? 40 ന്യൂട്ടൺ ഫോഴ്സ് ആണ് കൊടുത്തത്, ബലമാണ് കൊടുത്തത്. രണ്ടുപേർക്കുണ്ടായ സ്ഥാനാന്തരം ഒരുപോലെയാണ്. ഇവിടെയും 10 മീറ്റർ ആണ് അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത്. ഇവിടെ എങ്ങനെയാണ്? 10 മീറ്റർ, സെയിം 10 മീറ്റർ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. അപ്പൊ നമുക്ക് ഈ കേസിൽ നമുക്ക് ഇവിടെ വർക്ക് നടന്നു എന്ന് പറയാമല്ലോ, ശരിയല്ലേ? അതായത് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, ഫോഴ്സ് കൊടുക്കുന്ന ഇതേ ഡയറക്ഷനിൽ തന്നെ എന്തുണ്ടാകുന്നുണ്ട്? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കേസിലും നമുക്ക് എന്ത് പറയാം? വർക്ക് അവിടെ നടന്നു എന്ന് പറയാം, ഇല്ലേ? ആ വർക്ക് നടക്കുന്ന എന്തിനെതിരെയാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ലേ? ഫ്രിക്ഷണൽ ഫോഴ്സ്, അതായത് കർഷണ ബലത്തിന് എതിരെയായിട്ടാണ് അവിടെ വർക്ക് നടക്കുന്നത് അല്ലെ? ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ കർഷണ ബലത്തിനെതിരെയാണ് വർക്ക് നടക്കുന്നത്, ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ എന്തുമാത്രം വർക്കാണ് ഇവിടെ നടന്നിട്ടുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ. ഇതാ നോക്കുക, നമുക്കറിയാം ഫോഴ്സ് അല്ലെ, ഫോഴ്സ് കൊടുക്കുന്നതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ വർക്ക് നടന്നു പറഞ്ഞു. അപ്പൊ ഈ ഫോഴ്സ് ഇവിടെ കൊടുത്ത ആദ്യത്തെ കേസിൽ ഫോഴ്സ് കൊടുത്ത എത്രയാണ്? 40 ന്യൂട്ടൺ ഫോഴ്സ് ആണ് അല്ലെ? അതേ ഡയറക്ഷനിൽ തന്നെ എന്തുണ്ടാകുന്നുണ്ട്? ഡിസ്പ്ലേസ്മെന്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അതേ ഡയറക്ഷനിൽ തന്നെ ഡിസ്പ്ലേസ്മെന്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അതായത് 10 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ വർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമല്ലോ. അപ്പൊ ഇവിടുത്തെ വർക്ക് എത്രയാണ് വന്നത്? 400 എന്ന് വന്നു കേട്ടോ. 400 ജൂൾ എന്നാണ് ഇത് എഴുതിയിരിക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞുതരാം എന്താണ് ജൂൾ എന്നുള്ളത് കേട്ടോ. ഈ രണ്ടാമത്തെ കേസിൽ നോക്കിയേ, രണ്ടാമത്തെ കേസിൽ എങ്ങനെയാണ്? 70 ന്യൂട്ടൺ അല്ലെ? 70 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു, സെയിം ഡിസ്പ്ലേസ്മെന്റ് ആണ്, 10 മീറ്റർ ആണ്. അപ്പൊ ഇവിടെ എത്രയാണെന്ന് വന്നത്? 700 ഇല്ലേ? 700 ജൂൾ എന്ന് പറയാം. അപ്പൊ ഇവിടെ കൊടുത്ത ഫസ്റ്റ് കേസിൽ നമ്മൾ കൊടുത്ത വർക്ക് എത്രയാണ്? 400 ജൂൾ ഇല്ലേ? 400 ജൂൾ ആണ് ഇവിടെ വന്നത്. ഇവിടെ എത്ര വന്നു? 700 ജൂൾ വന്നു. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ്? ഇവിടെ വർക്ക് കൂടിയിട്ടുണ്ട് ഇല്ലേ? ഭാരം കൂടിയപ്പോ എന്താണ് അവിടെ അല്ലെ? ബലം കൂടി ഇല്ലേ? കൊടുക്കുന്ന ബലം കൂടിയപ്പോ അവിടെ വർക്കും എങ്ങനെയായിട്ട് വന്നു? വർക്കും അവിടെ കൂടിയെന്ന് നമുക്ക് പറയാം. മനസ്സിലായല്ലോ? അത് ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവും അവിടെ കൂടിയെന്ന് നമുക്ക് പറയാം. മനസ്സിലായല്ലോ? നോക്കാം, ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഇൻ വിച്ച് സിറ്റുവേഷൻ വാസ് വർക്ക് മോർ ഡൺ? വൈ? ഏത് സിറ്റുവേഷൻസിലാണ് ഇവിടെ വർക്ക് കൂടുതൽ നടന്നത്? സെക്കൻഡ് കേസിൽ അല്ലെ? രണ്ടാമത്തെ സിറ്റുവേഷനിലാണ് വർക്ക് കൂടുതൽ നടന്നത്. അതിന് കാരണം എന്താണ്? അവിടെ കാരണം എന്താണ്? മോർ ഫോഴ്സ്. സെക്കൻഡ് സിറ്റുവേഷനിലാണ് എന്താണ്? മോർ ഫോഴ്സ് അല്ലെ? ബലം ഇല്ലെ? മോർ ഫോഴ്സ് അവിടെ കൊടുത്തു ഇല്ലെ? മോർ ഫോഴ്സ് എന്ന് പറയാം. മോർ ഫോഴ്സ് ഈസ് അപ്ലൈഡ് എന്ന് പറയാം ഇല്ലെ? കൂടുതൽ ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്തു. നമുക്കിവിടെ പറയാം കൂടുതൽ ബലം ഇല്ലേ? കൂടുതൽ ബലം കൊടുത്തു ഇല്ലേ? കൂടുതൽ ബലം കൊടുത്ത സിറ്റുവേഷൻ ആണ് രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഹിയർ വിച്ച് ഫാക്ടർ ഇൻഫ്ലുവൻസസ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ? പ്രവൃത്തിയുടെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? ഇവിടെ നമുക്ക് സെക്കൻഡ് സിറ്റുവേഷനിൽ വർക്ക് കൂടിയെന്ന് പറഞ്ഞു അല്ലെ? സെക്കൻഡ് സിറ്റുവേഷനിലെ പ്രവൃത്തി അല്ലെങ്കിൽ വർക്ക് അവിടെ കൂടുതലെന്ന് പറഞ്ഞു. അപ്പൊ അവിടുത്തെ ഈ വർക്കിനെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? ഏത് ഘടകമാണ് അവിടെ സ്വാധീനിച്ചത്? ബലമല്ലേ അവിടെ സ്വാധീനിച്ചത്? ഫോഴ്സ് അല്ലേ അവിടെ സ്വാധീനിച്ചത്? കാരണം സ്ഥാനാന്തരം ഇവിടെ രണ്ട് കേസിലും എങ്ങനെയാണ്? ഇവിടെയും 10 മീറ്റർ തന്നെയാണ്, ഇവിടെയും 10 മീറ്റർ, ഇവിടെയും 10 മീറ്റർ അല്ലേ? ഇവിടെ എത്രയാണ് നമ്മൾ കൊടുത്ത ഫോഴ്സ് എന്ന് വെച്ചാൽ 40 ന്യൂട്ടൺ ആണ്. ഇവിടെ
കൊടുത്ത എത്രയാണ് 70 ന്യൂട്ടൺ. ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം, വർക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും വേണമെന്നറിയാം ഇല്ലേ. കൊടുത്ത ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം ഒരുപോലെയാണ്, പക്ഷെ എങ്ങനെയാണ് ബലം വ്യത്യാസപ്പെട്ടിരുന്നു. അപ്പം പ്രവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? ഫോഴ്സ് ആണ് അല്ലെങ്കിൽ ബലം ആണ്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തൊരു സിറ്റുവേഷൻ കൂടെ നോക്കാം കേട്ടോ. ഇത് പേഷ്യന്റ് ഇൻ ദ സെക്കൻഡ് സിറ്റുവേഷൻ ഹാസ് ടു ബി ഷിഫ്റ്റഡ് ത്രൂ എ ഡിസ്റ്റൻസ് ഓഫ് 20 മീറ്റർ അണ്ടർ ദ സെയിം കണ്ടീഷൻസ്. ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ വിൽ ഇൻക്രീസ്. നോക്കുക, രണ്ടാമത്തെ സന്ദർഭത്തിലെ രോഗിയെ സമാന സാഹചര്യങ്ങളിൽ 20 മീറ്റർ അകലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്നെങ്കിൽ പ്രവൃത്തിയുടെ അളവ് കൂടുമല്ലോ. ശരിയല്ലേ? ഈ രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഈ രോഗിയെ 20 മീറ്റർ, ഇവിടെ നോക്കുക, ഇവിടെ 10 മീറ്റർ ആയിരുന്നു മൂവ് ചെയ്ത് ഇതാ ഇങ്ങോട്ട് വന്നപ്പോ എങ്ങനെയാണ്, ഇവിടെ ഇദ്ദേഹത്തിന് ഒരു 20 മീറ്റർ മൂവ് ചെയ്തു. അപ്പം ഈ സിറ്റുവേഷനിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവിടെ എന്താണ് വർക്ക് കൂടിയല്ലോ. 20 മീറ്റർ മൂവ് ചെയ്യുമ്പോഴെങ്കിൽ എന്താണ് വർക്ക് അവിടെ കൂടി, പിന്നെയും വർക്ക് കൂടിയല്ലോ. അപ്പൊ ഇവിടെ വർക്ക് കൂടാൻ കാരണം എന്താണ്? സ്ഥാനാന്തരം, അതായത് ഡിസ്പ്ലേസ്മെന്റ് അവിടെ കൂടി ഇല്ലേ. ഡിസ്പ്ലേസ്മെന്റ് കൂടിയപ്പോഴാണ് അവിടെ കൂടുതൽ വർക്ക് അവിടെ നടന്നത്. മനസ്സിലാവുന്നല്ലോ പറഞ്ഞത്. അപ്പൊ എന്താണ്, രണ്ടാമത്തെ സന്ദർഭത്തിലെ രോഗിയെ സമാന സാഹചര്യങ്ങൾ 20 മീറ്റർ അകലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ പ്രവൃത്തിയുടെ അളവ് കൂടുമല്ലോ ഇല്ലേ. പ്രവൃത്തിയുടെ അളവ് കൂടിയില്ലേ. അപ്പൊ അവിടെ കൂടാൻ കാരണം എന്താണ്? സ്ഥാനാന്തരം ഇല്ലേ. ഡിസ്പ്ലേസ്മെന്റ് ആണ് അവിടെ പ്രവൃത്തിയുടെ അളവ് കൂടാൻ കാരണം. മനസ്സിലാവുന്നല്ലോ. രണ്ടുപേരിലും നേരത്തെ കൊടുത്ത ഫോഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഈ ഒരു കേസിൽ എങ്ങനെയാണ് വർക്ക് കൂടാൻ കാരണം എന്താണ്? അവരുടെ ഡിസ്പ്ലേസ്മെന്റ് 20 മീറ്റർ വന്നു ഇല്ലേ. ഡിസ്പ്ലേസ്മെന്റ് അവിടെ കൂടി ഇല്ല. ഡിസ്പ്ലേസ്മെന്റ് കൂടിയപ്പോ എന്ത് സംഭവിച്ചു? അവിടുത്തെ പ്രവൃത്തിയുടെ അളവ് അവിടെ വർദ്ധിച്ചു. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും, കഴിഞ്ഞ സിറ്റുവേഷൻസിൽ എന്താണ്, ഇവിടെ എന്താണ് വർക്കിന്റെ അളവിനെ സ്വാധീനിച്ച ഘടകം അല്ലെങ്കിൽ പ്രവൃത്തിയുടെ അളവിനെ സ്വാധീനിച്ച ഘടകം ഏതാണ്? ബലമാന്ന് പറഞ്ഞു. ഇനി ഈ സിറ്റുവേഷൻസിൽ എന്താണ്, ഇവിടെ വന്നപ്പോ വർക്ക് കൂടാൻ കാരണം എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ല, അല്ലെങ്കിൽ സ്ഥാനാന്തരമാണ്. മനസ്സിലായി. അപ്പം നമ്മൾ ഈ കണ്ട സിറ്റുവേഷൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വർക്ക് ഇല്ലേ, വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തി, എന്താണ് പ്രവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? എന്തൊക്കെയാണ്? ഫോഴ്സ് അതായത് ബലം ഇല്ലേ, ഫോഴ്സ് അല്ലെങ്കിൽ ബലം. അതുപോലെ തന്നെ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഇല്ലേ, ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ എന്താണ്? സ്ഥാനാന്തരം. മനസ്സിലായല്ലോ, സ്ഥാനാന്തരം. ക്ലിയർ ആയല്ലോ. അപ്പൊ വർക്കിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? വർക്ക് അല്ലെങ്കിൽ പ്രവൃത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഫോഴ്സും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റും അല്ലെ. ഫോഴ്സും കൊടുക്കുന്നുണ്ട്, അതനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റും വരണം. അപ്പൊ ഫോഴ്സ് കൂടുവാണെന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ വർക്ക് കൂടും. അതുപോലെ ഡിസ്പ്ലേസ്മെന്റും കൂടുവാണെങ്കിൽ എന്ത് സംഭവിക്കും? വർക്ക് കൂടും. മനസ്സിലായല്ലോ. അപ്പം നമുക്ക് പ്രവൃത്തിയുടെ അളവ് അല്ലെങ്കിൽ വർക്കിന്റെ അളവിനെ നമുക്ക് എങ്ങനെ പറയാം? വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിന്റെയൊക്കെയാന്ന് പറയാം? പ്രയോഗിച്ച ബലം ഇല്ലേ. വർക്ക് എന്ന് പറയുന്നത് എന്താണ്? നമ്മളോട് കൊടുക്കുന്ന ബലം പ്രയോഗിച്ചിട്ടുണ്ടല്ലോ. പ്രയോഗിച്ച ബലം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. പ്രയോഗിച്ച ബലത്തിന്റെയും അതുപോലെ തന്നെ വസ്തുവിന് ബലത്തിന്റെ ദിശയിലുണ്ടായ ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എസ് വെച്ചിട്ടല്ലേ. ഡിസ്പ്ലേസ്മെന്റിന്റെ ഗുണനഫലമായിരിക്കും വർക്ക് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് വർക്ക് മെഷർ ചെയ്യുന്നത്? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും കൂടെ. ഫോഴ്സ് ബലം കൊടുത്ത ദിശയിൽ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവണം എങ്കിൽ നമുക്ക് പറയാം അവിടെ വർക്ക് നടന്നു എന്ന് പറയാം. പിന്നെ വർക്കിന്റെ അളവ് നമുക്ക് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രവൃത്തിയുടെ അളവ് നമുക്ക് മെഷർ ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇത് ഗുണിച്ചാൽ മതി. ഫോഴ്സിനെ ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? വർക്ക് കിട്ടും. മനസ്സിലായല്ലോ. അപ്പൊ വർക്കിന്റെ ഇക്വേഷൻ മനസ്സിലായോ? വർക്ക് എന്ന് പറയുമ്പോൾ W വെച്ചിട്ടാണ് വർക്കിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. വർക്ക് ഈസ് ഈക്വൽ ടു F ഇൻറ്റു എസ് കേട്ടോ. വർക്കിന്റെ ഇക്വേഷൻ ആണ് വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് എന്നാണ് ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചോളൂ കേട്ടോ. വർക്ക് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ്. എഫ് എന്ന് വെച്ചാൽ എന്താണ്? ഫോഴ്സ് ആണ് ഇല്ലേ, ബലമാണ്. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ യൂണിറ്റ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. നമുക്കറിയാം ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണെന്ന് നമുക്കറിയാം ഇല്ലേ. ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയാം. വർക്കിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ ആണ്. പക്ഷെ നമ്മൾ SI യൂണിറ്റ് ഉണ്ടല്ലോ, SI യൂണിറ്റ് ഒക്കെ പഠിച്ചിട്ടില്ലേ. SI യൂണിറ്റിൽ ഈ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് ജൂൾ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ, ക്യാപിറ്റൽ J വെച്ചിട്ട്. ഇതൊരു സയന്റിസ്റ്റിന്റെ പേരിനോട് അനുബന്ധിച്ച് വരുന്നതാണ് കേട്ടോ, ജൂൾ. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ലോസ് ഒക്കെ നമുക്ക് അടുത്ത വർഷമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിനോട് അനുബന്ധിച്ചാണ് നമുക്ക് ഈ ജൂൾ എന്ന് പറഞ്ഞിരിക്കുന്ന യൂണിറ്റ് വന്നത്.
മനസ്സിലായല്ലോ. അപ്പം വർക്കിന്റെ യൂണിറ്റ് ഏതാണ്? വർക്കിന്റെ യൂണിറ്റ് നമുക്കറിയാം ന്യൂട്ടൺ മീറ്റർ എന്ന് പറയാം, ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ SI യൂണിറ്റിലല്ലേ എപ്പോഴും യൂണിറ്റുകൾ എഴുതുന്നത് ഇല്ലേ? അപ്പൊ നമുക്ക് SI യൂണിറ്റിലുള്ള ഏതാണ്? ജൂളാണ്. മനസ്സിലായല്ലോ. അപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കും കേട്ടോ. വർക്കിന്റെ ഇക്വേഷൻ കണ്ടല്ലോ. വർക്കിന്റെ ഇക്വേഷൻ ഏതാണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് വർക്കിന്റെ ഇക്വേഷൻ. W=F×S ആണ്. മനസ്സിലായല്ലോ. ദെൻ യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് ജൂൾ കേട്ടോ. യൂണിറ്റ് ഓഫ് വർക്ക് ഈസ് ജൂൾ എന്ന് കേട്ടോ. ജൂൾ എന്നാണ് നമ്മൾ പറയുന്നത്. അത് എഴുതുന്നത് ക്യാപിറ്റൽ ലെറ്റർ J വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ഇതാ നോക്കാം. വർക്ക് ഡൺ ഈസ് മെഷേർഡ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് ദ ഫോഴ്സ് അപ്ലൈഡ് ആൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഒബ്ജക്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ്. പ്രയോഗിച്ച ബലത്തിന്റെയും വസ്തുവിന് ബലത്തിന്റെ ദിശയിലുണ്ടായ സ്ഥാനാന്തരത്തിന്റെയും ഗുണനഫലമായിരിക്കും പ്രവൃത്തിയുടെ അളവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് കേട്ടോ. ദെൻ യൂണിറ്റ് ഈസ് ജൂൾ, ക്യാപിറ്റൽ J കേട്ടോ. ജൂൾ എന്നാണ്. അത് സയന്റിസ്റ്റിന്റെ യൂണിറ്റ് പേരെന്ന് വെച്ച് ഇങ്ങനെയാണ് കേട്ടോ, ജൂൾ എന്നാണ്. അപ്പം അദ്ദേഹത്തിന്റെ ആ ഫസ്റ്റ് ലെറ്റർ ആണ് ഉപയോഗിക്കുന്നത്. വർക്കിന്റെ യൂണിറ്റ് ജൂൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇഫ് എ ഫോഴ്സ് ഓഫ് 1 Newton മൂവ്സ് ആൻ ഒബ്ജെക്ട് ത്രൂ എ ഡിസ്റ്റൻസ് ഓഫ് 1 meter ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അലോങ് എ ഹൊറിസോണ്ടൽ സർഫസ്, കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ്. നോക്കുക, 1 ന്യൂട്ടൺ ബലത്തിന് വിധേയമായി ഒരു വസ്തുവിനെ തിരശ്ചീനമായ പ്രതലത്തിലൂടെ ബലത്തിന്റെ ദിശയിൽ 1 മീറ്റർ ദൂരം ചലിപ്പിക്കുന്നുവെങ്കിൽ ഇവിടെ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തി കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നല്ലോ പറഞ്ഞ്. അതായത് 1 ന്യൂട്ടൺ ബലത്തിന് വിധേയമായ ഒരു വസ്തു കൊടുക്കുന്ന ഫോഴ്സ് എത്രയാണ്? കൊടുത്ത ഫോഴ്സ് എത്രയാണ്? 1 ന്യൂട്ടൺ ആണ് കൊടുത്ത ഫോഴ്സ്. വസ്തുവിനെ തിരശ്ചീനമായ ഒരു ഹൊറിസോണ്ടൽ സർഫസിലൂടെ ബലത്തിന്റെ അതേ ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യിക്കണം. അതായത് ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 1 മീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് 1 മീറ്റർ മൂവ് ചെയ്ത് 1 മീറ്റർ ദൂരം ചലിപ്പിക്കുന്നു. അപ്പം അവിടെ ബലം വസ്തു ചെയ്ത പ്രവൃത്തി കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പം നമുക്കറിയാം പ്രവൃത്തി അല്ലെങ്കിൽ വർക്കിന്റെ ഇക്വേഷൻ ഏതാണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? 1 ന്യൂട്ടൺ ആണ്. ദെൻ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. അപ്പൊ ആൻസർ വരും 1 ന്യൂട്ടൺ മീറ്റർ എന്ന് പറയും. അതായത് 1 ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ജൂൾ ആണ്. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഒരു വസ്തുവില് അല്ലെ, നമുക്ക് പറയാൻ സാധിക്കും ഒരു വസ്തുവില് 1 ന്യൂട്ടൺ അല്ലെ, 1 ന്യൂട്ടൺ ബലം കൊടുത്തു. ഒരു വസ്തുവിലേക്ക് 1 ന്യൂട്ടൺ ഫോഴ്സ് അല്ലെങ്കിൽ ബലം പ്രയോഗിച്ചപ്പോ വസ്തുവിന് ബലത്തിന്റെ ദിശയിൽ 1 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടാകുന്നുവെങ്കിൽ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവ് എത്രയായിരിക്കും? 1 ജൂൾ ആയിരിക്കും. മനസ്സിലായല്ലോ. കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. ഒരു വസ്തുവിൽ 1 ന്യൂട്ടൺ ബലം കേട്ടോ പ്രയോഗിച്ചപ്പോൾ വസ്തുവിന് 1 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടാകുന്നുവെങ്കിൽ ബലം ഇല്ലേ, ആ ഫോഴ്സ് വസ്തുവിൽ കൊടുത്ത പ്രവൃത്തി എത്രയാണ്? 1 ജൂൾ ആണ്. മനസ്സിലായല്ലോ. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വസ്തുവിൽ ബലം പ്രയോഗിച്ചപ്പോ പ്രവൃത്തി കണക്കാക്കാം അല്ലെ. വസ്തുവിൽ ബലം പ്രയോഗിച്ചപ്പോ പ്രവൃത്തി എങ്ങനെ കണക്കാക്കാം? യൂസിങ് ദിസ് ഇക്വേഷൻ. ഒരേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കണം കേട്ടോ. അത് പ്രത്യേകം ഓർത്തോണം കേട്ടോ. നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കണം, അതേ ദിശയിൽ തന്നെ ആയിരിക്കണം അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത്. എങ്കിലേ ഉള്ളൂ നമുക്കവിടെ വർക്ക് നടന്നു എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ക്ലിയർ ആയല്ലോ. അതാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇഫ് എ ഫോഴ്സ് ഓഫ് 1 Newton ഈസ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജെക്ട് ആൻഡ് ദ ഒബ്ജെക്ട് ഈസ് ഡിസ്പ്ലേസ്ഡ് ബൈ 1 meter ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ്, ദെൻ ദ വർക്ക് ഡൺ ഓൺ ദ ഒബ്ജെക്ട് ബൈ ദ ഫോഴ്സ് ഈസ് 1 ജൂൾ. ഒരു വസ്തുവിൽ 1 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചപ്പോൾ വസ്തുവിന് ബലത്തിന്റെ ദിശയിൽ കേട്ടോ 1 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടാകുന്നുവെങ്കിൽ ബലം വസ്തുവിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവ് എത്രയായിരിക്കും? 1 ജൂൾ ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പൊ എന്താണ്? വസ്തുവിന്മേലേക്ക് ഫോഴ്സ് കൊടുത്താൽ അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ വർക്ക് നടന്നു, അതായത് വർക്ക് ഡൺ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ മനസ്സിലായാലും ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്താണ് വർക്ക് എന്ന് കണ്ടു ഇല്ലേ? ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, അതേ ഡയറക്ഷനിൽ തന്നെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ മാത്രമാണ് അവിടെ വർക്ക് നടന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ ഇല്ലേ? അത് നമ്മൾ മനസ്സിലാക്കി. ദെൻ പിന്നെ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? വർക്കിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, പ്രവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ കണ്ടു. ഏതൊക്കെയാണ്? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ബലവും സ്ഥാനാന്തരവും കണ്ടു. അതിൽ നിന്ന് നമുക്ക് വർക്കിന്റെ അളവ് കണക്കാക്കാം അല്ലെ. അതിന്റെ ഇക്വേഷൻ കണ്ടു. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. W ഈസ് ഈക്വൽ ടു F×S ആൻഡ് ദ യൂണിറ്റ് ഈസ് ജൂൾ ആണെന്നും മനസ്സിലാക്കി. ക്ലിയർ ആയല്ലോ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്താണ് വർക്ക്. അവിടെ ഓർക്കേണ്ട ഒരു മെയിൻ പോയിന്റ് ആണ് ഫോഴ്സ് കൊടുക്കുന്ന ബലം കൊടുക്കുന്ന അതേ ദിശയിൽ തന്നെ അവിടെ സ്ഥാനാന്തരം ഉണ്ടാകണം. എങ്കിലുള്ളൂ നമ്മൾ വർക്ക് നടന്നു എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ.
ക്ലിയർ ആയല്ലോ? ആദ്യത്തെ ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഇത് ക്ലിയർ ആക്കുക കേട്ടോ, മനസ്സിലാക്കുക. ഓരോരോ പറഞ്ഞ കാര്യങ്ങളും ക്ലിയർ ആക്കി മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്ക് അടിച്ച് പോയി ഒന്നുകൂടെ കാണുക കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണുക. കണ്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. കാരണം ഇതിന്റെയൊക്കെ കണ്ടിന്യൂവേഷൻ നിങ്ങൾക്ക് ഹയർ ക്ലാസ്സുകളിൽ വരുന്നുണ്ട്. അപ്പം അതിന്റെ ബേസ് ആണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അന്നേരം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. കൃത്യമായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം. അറിയില്ലാത്ത കുട്ടികളിലേക്ക്, ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഇതിന്റെ ബാക്കി പാർട്സ്, അപ്പൊ നമുക്ക് ബാക്കി പോർഷനുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവരും നല്ലോണം പഠിക്കുക. താങ്ക്